നമസ്കാരത്തിൽ സാധാരണ ഇപ്പോൾ ജമാഅത്ത് ഇമാമും മാമുമായിട്ട് നമസ്കരിക്കുമ്പോൾ സംഭവിക്കാറുള്ള കാര്യമാണ് ഇമാമ നമസ്കാരത്തിൽ ചില കാര്യങ്ങൾ മറന്നു പോവുക. അതെ, ആ മറന്നു പോകുമ്പോൾ എങ്ങനെയാണ് മാമുമികൾ ഓർമ്മപ്പെടുത്തേണ്ടത്? നമസ്കാരത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽ സംശയം കൊണ്ടോ മറവി കൊണ്ടോ ഇമാമ് ചെയ്താൽ പിന്നിൽ നിന്ന് മാമൂമിങ്ങൾ സുബ്ഹാനല്ലാ എന്ന് പറയണം. അത് തൊട്ട് പിന്നിലുള്ള ഒരാളാണ് പറയേണ്ടത്. ചില പള്ളിയിൽ എല്ലാവരും കൂടി സുബ്ഹാനല്ലാ പറയണം, അങ്ങനെ പറയണ്ട. ഇമാമിന് മറവി സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇമാമ് കേൾക്കെ സുബ്ഹാനല്ലാ എന്ന് പറയാം. ചിലപ്പോൾ ഇമാമ് കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. അതാണ് മാമൂമികൾക്ക് ചെയ്യാനുള്ളൂ. ഇമാം അത് കേൾക്കുന്നില്ല. ഉദാഹരണം പറയാം, 4 റക്അത്ത് അത്തഹിയാത്തിൽ ഇരിക്കാതെ ഇമാമ് 5ാമത്തെ റക്അത്തിലേക്ക് എണീറ്റു. മാമൂമികൾക്ക് അറിയാം ഇത് നിസ്കാരം 5ാമത്തെ റക്അത്തിലാണ്. അവരൊക്കെ അത്തഹിയാത്തിൽ ഇരിക്കുകയാണല്ലോ ചെയ്യുക. അവരവിടെ സുബ്ഹാനല്ലാ പറഞ്ഞു, ഇമാം ഇരിക്കുന്നില്ല, ഇമാം എഴുന്നേറ്റ് നിൽക്കുക തന്നെ. അങ്ങനെയാണെങ്കിൽ മാമൂമിങ്ങൾ ഓർമ്മയുള്ള മാമൂമിങ്ങൾ 5ാമത്തെ റക്അത്തേക്ക് എണീറ്റുന്ന പോലെ നിസ്കാരം ഒക്കെ ബാത്തിലാവും. സുബ്ഹാനല്ലാ പറഞ്ഞിട്ട് ഇമാം ഇരുന്നിട്ടില്ലെങ്കിൽ അവർ ചെയ്യണം, മുഫാറക്കത്തിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അവർ സലാം വീട്ടണം. അതാണ് ചെയ്യേണ്ടത്. അതേസമയം ഇമാം ആദ്യത്തെ അത്തഹിയാത്ത് മറന്ന് എഴുന്നേറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ അത്തഹിയാത്ത് ഇരിക്കണമല്ലോ അവിടെ. അപ്പോൾ മാമൂമികൾ എന്ത് ചെയ്യണം? അപ്പോൾ സുബ്ഹാനല്ലാ പറയണം. സുബ്ഹാനല്ലാ പറയുമ്പോൾ എഴുന്നേൽക്കുന്നേ ഉള്ളൂ, അഥവാ പകുതിയിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇമാമ് അവിടെ തന്നെ ഇരിക്കണം. എഴുന്നേറ്റ് നിന്ന് പോയാൽ പിന്നെ ഇമാമ് മടങ്ങാൻ പാടില്ല. എന്താ കാരണം? അങ്ങനെ ഹദീസിലുണ്ട്, ഫറളിൽ വ്യാപൃതനായി കഴിഞ്ഞതിന് ശേഷം സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അപ്പോ 3ാമത്തെ റക്അത്തിലേക്കുള്ള നൃത്തം ഫറളാണ്, ഫറള് ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ താഴോട്ടേക്ക് മടങ്ങുന്നത് അത്തഹിയാത്താണ്. ഈ അത്തഹിയാത്ത്, ആദ്യത്തെ അത്തഹിയാത്ത് 2ാമത്തെ റക്അത്തിൽ അത് ഫറളല്ല, സുന്നത്ത്. പ്രബലമായ സുന്നത്ത്, അബാദ് സുന്നത്ത് എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീണ്ടും അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ഇമാമ് 3ാമത്തെ റക്അത്തിലേക്ക് എണീറ്റുന്നു അത്തഹിയാത്ത് ഇരിക്കാതെങ്കിൽ മാമൂമിങ്ങൾ സുബ്ഹാനല്ലാ പറയാം. അതിന് മറവി സംഭവിച്ചെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പായി 2 സുജൂദ്, സെഹ്വിന്റെ സുജൂദ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്.